ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇന്ത്യൻ മാർക്കറ്റ് കഴിഞ്ഞ 3 ദിവസമായിട്ട് വളരെ പോസിറ്റീവായ രീതിയിലാണ് നിലകൊണ്ടിട്ടുള്ളത്. ഇവിടുത്തെ ഫിനാൻഷ്യൽ കമ്പനീസ്, ഫിനാൻഷ്യൽ ഇൻഡെക്സ്, IT ഇൻഡെക്സ് ഒഴികെയുള്ള മറ്റുള്ള എല്ലാ ഇൻഡെക്സും, മുൻനിര ഇൻഡെക്സ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകളും, റിലയൻസും ICICI ബാങ്ക് ഉൾപ്പെടെയുള്ള സ്റ്റോക്കുകളെല്ലാം തന്നെ നിഫ്റ്റിയുടെ റാലിക്ക് വളരെ വലിയ തോതിൽ കോൺട്രിബ്യൂഷൻ നടത്തി. ഈവൻ മിഡ് ക്യാപ്പ് സെക്ടറുകളും, ഡിഫൻസ്, എക്സ്പെഷ്യലി ഡിഫൻസ്, HAL, കൊച്ചിൻ ഷിപ്പ്യാർഡ്, ഗാർഡൻ ഷിപ്പ് ബിൽഡേഴ്സ് തുടങ്ങിയ ഡിഫൻസ് സെക്ടറുകളും മിഡ് ക്യാപ്പിലുള്ള കമ്പനീസും നല്ല രീതിയിൽ കോൺട്രിബ്യൂഷനൊക്കെ നടത്തി. മാർക്കറ്റ് 3 ദിവസം വളരെ പോസിറ്റീവായ രീതിയിലാണ് ഇപ്പോൾ നിലകൊള്ളുന്നത്. 22,900 മുകളിൽ മാർക്കറ്റിനെ ക്ലോസ് ചെയ്യാനായിട്ടും സാധിച്ചിട്ടുണ്ട്. ഇതിൽ 3 ദിവസത്തെ റാലിയിൽ ഒരു ദിവസം FISൻ്റെ ബൈയിങ് ഉണ്ട് എന്നുള്ളത് വളരെയധികം ശ്രദ്ധേയമാണ്. കാരണം ഏറെ നാളുകൾക്ക് ശേഷമാണ് FIS ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ബൈയിങ് മോഡിലേക്ക് പോയിട്ടുള്ളത്. എന്നാൽ ഇന്നലെ FIS സെല്ലേഴ്സ് ആയിരുന്നു. 1000 കോടി രൂപയ്ക്ക് മുകളിൽ ഇന്ത്യൻ മാർക്കറ്റിൽ അവർ സെല് നടത്തി. പക്ഷേ ഇന്നലെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതായത് ഇന്ത്യൻ മാർക്കറ്റ് പൊതുവേ US മാർക്കറ്റിനെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. US മാർക്കറ്റ് പൊതുവേ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണ് കുറച്ച് നാളുകളായിട്ടുണ്ടായിരുന്നത്, കുറച്ച് ദിവസങ്ങളായിട്ടുണ്ടായിരുന്നത്. ഇന്നലെ US നിന്ന് വളരെ സുപ്രധാനമായിട്ടുള്ളൊരു ഡേറ്റ വരാനുണ്ടായിരുന്നു. അത് അവിടുത്തെ ഇൻട്രസ്റ്റ് റേറ്റിനെ സംബന്ധിച്ചുള്ള തീരുമാനമാണ്. ഇൻട്രസ്റ്റ് റേറ്റ് കട്ടൊന്നും തന്നെ ആരും തന്നെ എക്സ്പെക്റ്റ് ചെയ്തില്ല. എങ്കിലും ഇൻട്രസ്റ്റ് റേറ്റ് അൺചേഞ്ച് ആയിട്ട് നിലനിർത്തി. അതായത് കട്ടും ചെയ്തില്ല, വർദ്ധിപ്പിച്ചിട്ടുമില്ല. എന്നാൽ ഈ ഒരു വർഷം ഒരു 50 ബേസ് പോയിൻറ്റിൻ്റെ വർധനവ് ഉണ്ടായേക്കാം എന്നുള്ള അഭ്യൂഹങ്ങളുണ്ട്. അത് US മാർക്കറ്റ് പോസിറ്റീവായിട്ട് എടുത്തു. US മാർക്കറ്റ് ഇന്നലെ പോസിറ്റീവായിട്ട് ക്ലോസ് നടത്തിയിട്ടുണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റിയും ഏകദേശം ഒരു 50 പോയിൻ്റ് അടുത്ത് അതിനോടൊപ്പം തന്നെ മൂവും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇന്ന് രാവിലെ കാണാനായിട്ട് സാധിക്കുന്നത്. നേരെ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റ് കാണാം. ഏറ്റവും താഴെ US വിക്സ് ക്രാഷായി 8%, 7.61% ക്രാഷായി 17.49 നാസ്ഡാക്ക് കാണാം 1.41% റാലിയും ഡോ അറൗണ്ട് 1% അടുത്ത് റാലിയും രേഖപ്പെടുത്തിയപ്പോൾ യൂറോപ്യൻ മാർക്കറ്റ് മിക്സ്ഡായ അവസ്ഥയിൽ, എന്നാൽ പൊതുവെ പോസിറ്റീവായ അവസ്ഥയിൽ ക്ലോസ് നടത്തി. FTSE UK മാർക്കറ്റ് പോസിറ്റീവായി ഫ്ലാറ്റായിരുന്നു. CAC 40 ഫ്രാൻസ് മാർക്കറ്റ് പോസിറ്റീവായിരുന്നു, നിയർ 1%. ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് 0.5% മാത്രം ഫോളായി. ഇനിയിപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റാണ് അതിന് മുകളിലുള്ളത്. US ഫ്യൂച്ചർ അടക്കം പോസിറ്റീവാണ്. US ഫ്യൂച്ചർ 105 പോയിൻറ്റ്, 105 പോയിൻറ്റ് പോസിറ്റീവാണ്. നിക്കി ജപ്പാൻ മാർക്കറ്റ് പോസിറ്റീവാണ്. കോസ്പി കൊറിയൻ മാർക്കറ്റ് പോസിറ്റീവാണ്. ഷാങ്ഹായ് ചൈന ഫ്ലാറ്റാണ്. X200 ഓസ്ട്രേലിയ പോസിറ്റീവാണ്. അതിന് മുകളിലുള്ളത് ഗോൾഡാണ്. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഗോൾഡ് $3,053 പെർ ഔൺസ് എന്ന നിലയിലാണ്. അതിന് മുകളിൽ ബ്രെൻഡ് ഓയിൽ 71. അതിന് മുകളിൽ ബിറ്റ് കോയിനിലും വലിയൊരു റാലി, $3,500 ബിറ്റ് കോയിൻ്റെ സ്പോട്ട് സ്പൈക്ക് രേഖപ്പെടുത്തി. 86,000 ബിറ്റ് കോയിൻ്റെ സ്പോട്ട് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ പൊതുവേ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് കാണാനായിട്ട് സാധിക്കും ഗ്ലോബൽ മാർക്കറ്റിൽ. ഇന്ത്യൻ മാർക്കറ്റിൽ അത് റിഫ്ലക്റ്റ് ചെയ്യുമോ എന്നുള്ളത് നമ്മുടെ സ്വാഭാവികമായിട്ടും 22,900, 23,000 മേജർ റെസിസ്റ്റൻസ് സോണാണ്. അത് മറികടക്കണം. അത് നല്ലൊരു ബൈയിങ് ആ സമയത്ത് വേണം. FISൻ്റെ ഇന്നത്തെ ആക്ടിവിറ്റീസ് വളരെയധികം ക്രൂഷ്യലാണ്. അതെല്ലാം തന്നെ മാർക്കറ്റ് സമയത്ത് തന്നെയാണ് നമുക്ക് അതിനെക്കുറിച്ചുള്ളൊരു ഐഡിയാസ് കിട്ടുള്ളൂ, അവിടുത്തെ പ്രൈസ് ആക്ഷൻ വെച്ചിട്ട്. ഇനി ഇന്നത്തെ കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ആദ്യം ഉള്ളത് ഇത് സ്റ്റോക്കുകളുടെ വാർത്തകൾ മാത്രമാണ്, ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല. ആദ്യം ഹ്യുണ്ടായി മോട്ടേഴ്സ്, മാരുതിയും ടാറ്റ മോട്ടേഴ്സ് ഇവരെല്ലാം തന്നെ വാഹനങ്ങളുടെ വില വർദ്ധിപ്പിച്ചിരുന്നു. അപ്പോൾ അതിനുശേഷം ഹ്യുണ്ടായി മോട്ടേഴ്സും വാഹനങ്ങളുടെ വില വർദ്ധിപ്പിക്കുകയാണെന്നുള്ള ന്യൂസാണുള്ളത്. അടുത്തത് വേദാന്ത കമ്പനിയെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്. നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ വേദാന്ത കമ്പനിയുടെ ഈ ഒരു ഡീമെർജ്, അതായത് കമ്പനി വിഭജിക്കുന്നത് ഏകദേശം ഒരു മാസത്തിനകം ഇതിൻ്റെ തീരുമാനങ്ങൾ വരുമെന്നാണ് വേദാന്ത അറിയിച്ചിരിക്കുന്നത്. റയമണ്ട് കമ്പനി, രാജ്യത്തെ ലീഡിംഗ് ആയിട്ടുള്ള ടെക്സ്റ്റൈൽ കമ്പനിയാണ് റയമണ്ട്. അപ്പോൾ റയമണ്ടിൻ്റെ നവാസ് മോഡി എന്ന് പറയുന്നത് അവരുടെ ബോർഡ് ഓഫ് ഡയറക്ടറിൽ ഒരു അംഗം, അദ്ദേഹം റിസൈൻ ചെയ്യുകയാണെന്നുള്ള ന്യൂസാണ് റയമണ്ടിനെ സംബന്ധിച്ചുള്ളത്. അവന്യൂ സൂപ്പർ മാർട്ട് കമ്പനി ഇവർ 174 കോടി രൂപ മുടക്കി ഇവരുടെ തന്നെ ഇൻ ഹൗസ് കൊമേഴ്സ് പ്ലാറ്റ്ഫോം കമ്പനി ലോഞ്ച് ചെയ്യുകയാണ്. അതായത് ആളുകൾക്ക് സാധനങ്ങൾ വാങ്ങാനായിട്ട് പറ്റും ഇവരുടെ ഈ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലൂടെ. അപ്പോൾ അവന്യൂ സൂപ്പർ മാർട്ടിനെ സംബന്ധിച്ചുള്ള ന്യൂസ് ഇതാണ്. മസഡോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് കമ്പനി, ഷിപ്പ് നിർമ്മാണ കമ്പനിയാണ് ഇവർ. ന്യൂ സബ്മറൈൻസ് ഒരു പുതിയ ഓർഡർ കിട്ടിയതായിട്ട് മസഡോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് കമ്പനി അറിയിച്ചു. തോമസ് കുക്ക് കമ്പനി, പൊതുവെ എല്ലാ ആളുകൾക്കും അറിയാം, ട്രാവൽ രംഗത്തുള്ള ലീഡിംഗ് കമ്പനിയാണ് തോമസ് കുക്ക്. അപ്പോൾ അവർ
ഇവർ നാച്ചുറൽ ട്രയൽ റിസോർട്ടായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു എന്നുള്ള ന്യൂസാണുള്ളത്. ദാനി സർവീസ് കമ്പനി ഗുരുവായൂരിൽ ഇവർ 6 ഏക്കർ ലാൻഡ് അക്വയർ ചെയ്തു റെസിഡൻഷ്യൽ പ്രൊജക്റ്റുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അക്വയർ ചെയ്തിട്ടുള്ളത്. ട്രെൻഡ് കമ്പനി സൂപ്പർ മാർക്കറ്റ് യൂണിറ്റ്സിന് അക്വയർ ചെയ്തു എന്നുള്ള ന്യൂസാണ് ട്രെൻഡ് കമ്പനീനെ സംബന്ധിച്ചുള്ളത്. MCX കമ്പനി, മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് കമ്പനി, ഇവർ ഗോൾഡിൻ്റെ 10 ഗ്രാം കോൺട്രാക്റ്റ് ഇവർ കമ്മോഡിറ്റി മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുമെന്ന് MCX അറിയിച്ചു. നിലവിൽ MCXൽ നമുക്ക് 1 kg ഗോൾഡ് ട്രേഡ് ചെയ്യാൻ സാധിക്കും. കൂടാതെ തന്നെ 100 ഗ്രാം ഗോൾഡ് ട്രേഡ് ചെയ്യാൻ സാധിക്കും. കൂടാതെ തന്നെ ഗിനി 8 ഗ്രാം ഗോൾഡ് ട്രേഡ് ചെയ്യാൻ സാധിക്കും. കൂടാതെ തന്നെ പെറ്റൽസ് 1 ഗ്രാം ഗോൾഡ് ട്രേഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതെന്താ 10 ഗ്രാം ഗോൾഡാണ്. അപ്പോൾ കമ്മോഡിറ്റി ട്രേഡ് നമ്മുടെ മാർക്കറ്റ് സമയത്തിന് ശേഷം രാത്രി 11:30 വരെയൊക്കെ കമ്മോഡിറ്റി ട്രേഡൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ കമ്മോഡിറ്റി കോഴ്സുകളൊക്കെ നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിലുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് ക്രൂഡിലും ഗോൾഡിലൊക്കെ ട്രേഡ് ചെയ്യാൻ പഠിക്കാം. ഇനി അടുത്തത് NHPC കമ്പനി 6300 കോടി രൂപ ഫണ്ട് റൈസ് ചെയ്യുന്നു എന്നുള്ള ന്യൂസ് ഉണ്ട്. NHPC കമ്പനി. ടെക്കം കമ്പനി NVIDIA ആയിട്ട് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ടെന്നുള്ള ന്യൂസാണ് ടെക്കം കമ്പനീസിനെ സംബന്ധിച്ചുള്ളത്. വിപ്രോയും ഇതേ NVIDIA ആയിട്ട് ഇന്നലെ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്ത ന്യൂസ് നമ്മൾ കണ്ടിരുന്നു. അശോക് ലൈലാൻഡ് കമ്പനി ഇവരുടെ പുതിയ മാനുഫാക്ചറിങ് ഫെസിലിറ്റി ഏപ്രിൽ മുതൽ ഇവിടെ നിന്ന് കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ആരംഭിക്കുമെന്ന് അശോക് ലൈലാൻഡ് കമ്പനി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ള ന്യൂസ് ഇതാണ്. വൈകിട്ട് 7 മണിക്ക് വിശദമായിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് ന്യൂസായിട്ട് എത്താം. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.